കേരളത്തിലെ സ്ത്രീ സൗഹൃദ യാത്രകളിൽ വലിയൊരു ചരിത്രം കുറിച്ചുകൊണ്ടാണ് കേരളത്തിൽ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായത്. കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കുമൊക്കെ ഒരു പരിധിവരെ ഈ പ്രിയദർശിനി പദ്ധതി വളരെ ഉപകാരപ്രദമായി ഭവിക്കുകയും ചെയ്തു. എന്നാൽ ഒരു നാണയത്തിന്റെ മറുപുറം എന്നതുപോലെ മറ്റൊരു വലിയ വിഭാഗം ഇന്ന് വളരെ പ്രതിസന്ധിയിലാണ്. KSRTCയോളം തന്നെ കേരളത്തിലെ ഗതാഗതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് വളരെ പ്രതിസന്ധിയിലാണ് ഉള്ളത്. പ്രിയദർശിനി പദ്ധതി വന്നതോടെ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചും ഈ പ്രതിസന്ധികളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് മുന്നോട്ട് വയ്ക്കാവുന്ന ആശയങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ മാനന്തവാടി താലൂക്കിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ ഇന്ന് റേഡിയോ മാറ്റുലിയിൽ എത്തിയിട്ടുണ്ട്. മാനന്തവാടി താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ മുത്തലീബ്, സെക്രട്ടറി ചാക്കോ നെല്ലിക്കാട്ടിൽ, ട്രഷറർ സിജോ ജോസ് എന്നിവരാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത്. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റുലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയദർശിനി പദ്ധതി വന്നതിന് ശേഷം സ്വകാര്യ ബസ്സുകളിലേക്ക് എത്തുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടോ? എങ്ങനെയാണ് നിലവിലെ സാഹചര്യം എന്നുള്ളതിനെക്കുറിച്ച് പറയാമോ? പറയാം. സ്വകാര്യ ബസ്സുകൾ നമ്മളെ ഈ പ്രിയദർശിനി പദ്ധതി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കേരളത്തിലെ പല ജില്ലകളിലും ബാധിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിച്ച ഒരു ജില്ലയാണ് വയനാട് ജില്ല. വയനാട് ജില്ലയുടെ ഒരു പ്രത്യേകത, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്, ജനവിഭാഗങ്ങളുടെ പ്രത്യേകതകളുണ്ട്, അങ്ങനെ പലവിധ പ്രത്യേകതകൾ കൂടിയ ഒരു ജില്ലയാണ് വയനാട് ജില്ല. വയനാട് ജില്ലയിൽ നമുക്കറിയാം വലുപ്പത്തിൽ വളരെ കുറഞ്ഞ സ്ഥാനം മാത്രമുള്ള ജില്ലയാണ്, ജനസാന്ദ്രത വളരെ കുറവാണ്. അങ്ങനെയുള്ളൊരു ജില്ലയിൽ ഈ KSRTC പ്രിയദർശിനി ബസ്സുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതായത് 172 സർവീസുകളാണ് KSRTC പ്രിയദർശിനി സർവീസായിട്ട് വയനാട് ജില്ലയിൽ നടത്തുന്നത്. അതുകൂടാതെ ജില്ലയുടെ പുറത്തു നിന്ന് വരുന്ന TT ടൗൺ ടു ടൗൺ പോലെയുള്ള സർവീസുകളുടെ എണ്ണം ഒരു 30-ന് മുകളിൽ വരും. അപ്പോൾ 200 ബസ്സുകൾക്ക് മുകളിൽ നിലവിൽ KSRTC എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രിയദർശിനി സർവീസായിട്ട് നടത്തുന്നുണ്ട്. 350-370ഓളം ബസ്സുകൾ, നമ്മൾ സ്വകാര്യ ബസ്സുകളും ഇവിടെ ഓടുന്നുണ്ട്. അപ്പോൾ അതിൽ ചില റൂട്ടുകളിൽ വല്ലാതെ ബാധിച്ചു പോയ ചില സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് മാനന്തവാടി പനമരം കൽപ്പറ്റ, മാനന്തവാടി പനമരം സുൽത്താൻ ബത്തേരി, മാനന്തവാടി പടിഞ്ഞാറത്ര കൽപ്പറ്റ, മാനന്തവാടി നിരവിൽപ്പുഴ, അതുപോലെ മാനന്തവാടി പുൽപ്പള്ളി തുടങ്ങിയ മേഖലകളിൽ KSRTCയും ഈ സ്വകാര്യ ബസ്സുകളും മിനിറ്റുകളുടെ ഇടവേളകളിൽ സഞ്ചരിക്കുന്ന ബസ്സുകളാണ്. ആ ബസ്സുകളെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു KSRTC സൗജന്യം ഉണ്ട് എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് സ്ത്രീകൾ ആകർഷിക്കപ്പെടാം. ഞങ്ങളെ പദ്ധതിക്ക് എതിരല്ല, ഞങ്ങളെ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നു, ജനകീയ പദ്ധതിയാണ്, അതിലൊന്നും ഒരു ആക്ഷേപവുമില്ല. അപ്പോൾ അത് ഞങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ റൂട്ടുകളിൽ ഇന്ന് നിലവിൽ 3000 മുതൽ 5000 വരെ ദിവസേനയുള്ള കളക്ഷനിൽ കുറവ് വന്നിരിക്കുകയാണ്. ആ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല ബസ്സുകാരും പല ഉടമകളും അതിന് കയ്യിൽ നിന്നും സാമ്പത്തികമെടുത്ത് അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് നമുക്ക് ഒരു പരിധി കൂടുതൽ അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് ആ ബസ് സർവീസ് നിന്നു പോകും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ നമുക്ക് ഈ ബസ് സർവീസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. സർക്കാരിൽ ഞങ്ങൾ ഇതിനു മുമ്പ് ഈ കഴിഞ്ഞ 30-ാം തീയതി GFOM കൊടുക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. അതിനുള്ള ഫീസുകളൊക്കെ അടച്ച് എല്ലാം സെറ്റപ്പാക്കിയതാണ്. അന്ന് ജില്ലാ ഭരണകൂടം നമ്മളോട് 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ GFOM താൽക്കാലികമായി സ്റ്റോപ്പേജ് കൊടുക്കൽ പരിപാടി നിർത്തിവെച്ചതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് തുടർ നടപടികൾ വ്യക്തമായ രീതിയിൽ ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുള്ളത്. ഇനിയിപ്പോൾ ജൂൺ 13-ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി നമ്മളെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. നിലവിൽ തന്നെ ഇന്ധനവില വർധനവും മറ്റ് നികുതി വർധനവും ഒക്കെ കാരണം വളരെ പ്രതിസന്ധിയിലായിരുന്നല്ലോ ഈ ഒരു മേഖല പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിലവിൽ ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം നഷ്ടം ഈ ഒരു പ്രിയദർശിനി പദ്ധതി വന്നതിന് ശേഷം കൂടുതലായി വന്നിട്ടുണ്ട്? ഞങ്ങൾക്ക് ഒരു ദിവസം നമ്മളുടെ കളക്ഷനിൽ ഒരു 3000 മുതൽ 5000 രൂപ വരെ ഡെയിലി കളക്ഷനിൽ കുറവ് വരുന്നുണ്ട്. അതുകൂടെ തന്നെയാണ് ഈ ഡീസലിൻ്റെ വിലവർധന വന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഞങ്ങൾക്കുണ്ടായ നഷ്ടം വളരെ വലുതാണ്. ഈ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊഴിലാളികളെ അടക്കം ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണിത്. കാരണം അവർക്ക് ഈ ബസ്സുകളിലെ തൊഴിലാളികളുടെ ശമ്പളം എന്ന് പറയുന്നത് അവരുടെ കളക്ഷനെ ആനുപാതികമായിട്ടാണ് അതിന് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അത് 1000, 1500, 1200 കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന പല ബസ്സുകളിലും ഈ 5000, 6000 ആയപ്പം അവരുടെ കളക്ഷനിൽ ഇത് വളരെ കുറവുണ്ടായി. അവർക്ക് ഈ ചെറിയ വേതനത്തിൽ ജോലി ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്, അവരുടെ ഒരു കുടുംബം കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കും അറിയാം. പക്ഷെ അവരും ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മറ്റ് തൊഴിൽ മേഖലകൾ തേടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഇപ്പോഴും പല ഉടമകളും അതിൽ, പണ്ടൊക്കെ നമ്മൾ ബസ് മുതലാളിമാരെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. പലവരും സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. പലരും അതിൽ ഡ്രൈവറായിട്ടും കണ്ടക്ടറായിട്ടും ജോലി ചെയ്യുന്ന ഉടമകളും അതിലുണ്ട്. അവർക്കും ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു പ്രിയദർശിനി പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് മാത്രം ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ഇല്ല. അത് സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് സ്ഥിരമായ യാത്രക്കാരെന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയെ സംബന്ധിച്ച് ഈ ഉദ്യോഗസ്ഥരും അതുപോലെ മറ്റുള്ള ഇതിൽ പോകുന്ന സ്ത്രീകളാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വശം കൂടി നമ്മൾ പറയാൻ വിട്ടുപോയി. നമ്മളെ ബസ്സിലെ യാത്രക്കാരിൽ ഒരു 60-70% സ്ത്രീകളായിരുന്നു. ആ സ്ത്രീകൾ മൊത്തം ഞങ്ങളെ ബസ്സുകളിൽ നിന്ന് അങ്ങ് മാറിപ്പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇതിൻ്റെ ഒരു പ്രയോജനം ശരിക്കും കിട്ടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് ആ സമയത്തോ കൃത്യസമയങ്ങളിലോ ഇത് ബസ് കാത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അതിനകത്ത്. കാരണം പ്രിയദർശിനി വരുന്നത് ഫുൾ ടൈറ്റായിട്ടാണ്. അതുപോലെ ഈ ബസ്സുകളുടെ സമയം വളരെ ക്രമീകരിച്ചെടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് ഇത് ശരിയായ രീതിയിൽ എത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രസിഡന്റിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാധാരണക്കാരായ സ്ത്രീകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധാരണ വീട്ടമ്മമാരാണ്, അല്ലെങ്കിൽ ഹൗസ് വൈഫുമാരാണ് കൂടുതലായിട്ട് യാത്ര ചെയ്യാറുള്ളത്. പക്ഷേ അതിലൊരു പരിധി വരെ അവരെന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ പ്രിയദർശിനി പദ്ധതിയുള്ള ബസ് മാത്രം കാത്തു നിൽക്കാനോ അതിൻ്റെ ടൈം അറേഞ്ച്മെൻ്റ് അറിയാനോ ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല. റെഗുലറായിട്ട് യാത്ര ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന കുറച്ച് പേർക്ക് ഇതുകൊണ്ടൊരു നല്ലൊരു ആശ്വാസം ഉണ്ടെന്നുള്ളൊരു സത്യം ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ 75,000 മുതൽ 1,00,000, 1,50,000 രൂപ വരെ ശമ്പളം മേടിക്കുന്ന സ്ത്രീകൾക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നതെന്നുള്ളൊരു വാസ്തവം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അത് സാധാരണ ഇടത്തരം കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഇത് ലഭ്യമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും കൂടി പഠിക്കേണ്ടതുണ്ട്. ഒരു പൊതുസേവന മേഖല എന്ന നിലയിൽ KSRTCയോളം തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മേഖലയാണ് പ്രൈവറ്റ് ബസ് സംവിധാനവും. അപ്പോൾ ഈ ഒരു സംവിധാനത്തിന് നേരത്തെയുള്ള ഒരു സബ്സിഡികളോ ആനുകൂല്യങ്ങളോ ഒന്നും നൽകാതെ ഈ ഒരു പദ്ധതി തുടങ്ങിയത് നിങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിൽ ആക്കിയതിന് കാരണം അതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ സർക്കാർ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് ടാക്സ് ഇനത്തിൽ 50% ഇളവ് അനുവദിച്ചിരുന്നു. അത് ഒരു വലിയ കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റേറ്റിലും ചെയ്യാതൊരു സംരംഭത്തിന് കൊടുക്കാൻ കഴിയാത്തൊരു ഇളവാണ് ഈ 50% ടാക്സ് ഇളവ് എന്നുള്ളത്. പക്ഷേ അത് പുറമേ കാണുമ്പോൾ ഒരു വലിയ കാര്യമായി തോന്നുമെങ്കിലും അതിൻ്റെ ഒരു ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഒരു ടാക്സ് എന്ന് പറയുന്നത് 3 മാസം കൂടുമ്പോൾ അടയ്ക്കുന്ന ഒരു എമൗണ്ടാണ്. അത് വയനാട് ജില്ലയിലെ ഭൂരിഭാഗം ബസ്സുകളിലും വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 19,170 രൂപയാണ് 3 മാസത്തേക്ക് അടയ്ക്കുന്നത്. ഏറ്റക്കുറച്ചിലുണ്ടാവും, അതിൽ കുറഞ്ഞ വണ്ടികളുണ്ട്, കൂടിയ ടാക്സുകളുമുണ്ട്. വ്യത്യസ്തമായ രീതിയിലാണ് അത് വരിക. അപ്പോൾ അത് ഭൂരിഭാഗം അടയ്ക്കുന്നതാണ് ഈ എമൗണ്ട് ഞാൻ പറഞ്ഞത്. അതിനെ നമ്മൾ അതിൻ്റെ 50% കുറയുമ്പോൾ നമുക്ക് 9,585 രൂപയായി മാറി. ആ 9,585 നമ്മൾ 90 ദിവസത്തേക്ക് അരിച്ചാൽ നമുക്ക് കിട്ടുന്ന 106 രൂപ 50 പൈസ മാത്രമാണ്. ഒരു ദിവസത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് ഈ 106 രൂപ 50 പൈസയാണ്. അപ്പോൾ പല ബസ്സുകളിലും വ്യത്യസ്തമായി വരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ 3,000, 4,000, 5,000 ഒക്കെ നഷ്ടം വരുന്നതിൻ്റെ ഇടയിൽ 106 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു എമൗണ്ട് അല്ല. സർക്കാരിനെ സംബന്ധിച്ച് അതൊരു വലിയ എമൗണ്ടാണ്, അതൊക്കെ. പക്ഷേ ആ രീതി അതുകൊണ്ട് മാത്രം ഇതിനെ കവർ ചെയ്ത് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. മറ്റ് മാർഗ്ഗങ്ങൾ സർക്കാർ എന്തെങ്കിലും ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ഈ വ്യവസായം നിന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഇപ്പോൾ KSRTCകളിലാണല്ലോ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചിരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിനും ഒപ്പം സൗജന്യയാത്ര അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രൈവറ്റ് ബസ്സുകളിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കുന്നുണ്ട്. അതുപോലെ പ്രൈവറ്റ് ബസ്സുകളിലും സ്ത്രീകൾക്ക് ടിക്കറ്റ് പകുതി നിരക്കിലോ സൗജന്യമായിട്ടോ
നൽകാനും അതിനുള്ള എന്തെങ്കിലും സബ്സിഡികൾ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുകയും ചെയ്താൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുമോ? അതൊരു പരിധിവരെ പരിഹരിക്കപ്പെടാം. എന്താ വെച്ചാൽ ഈ പകുതി ചാർജ് കൊടുത്താൽ മതി എന്നുള്ളൊരു സാഹചര്യം വന്നാൽ കുറേ സ്ത്രീകൾ ആകർഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ കൂടുതൽ യാത്രക്കാർ സ്ത്രീകളായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വിഷയം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നത്. ഒരു പരിധിവരെയൊക്കെ അതിനെ നമുക്ക് ആ രീതി കൊണ്ടൊക്കെ പരിഹരിക്കാമെന്ന് കഴിയുന്നു. ഇപ്പോൾ 3000-4000 രൂപയുടെ നഷ്ടമൊക്കെ ഒരു ദിവസം ഉണ്ടാവുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നഷ്ടം തുടർന്ന് പോയാൽ പല സർവീസുകളും നിർത്തിവെക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുമോ? ഇത് പല റൂട്ടുകളിലേക്ക്, ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കൊക്കെ പ്രൈവറ്റ് ബസ്സുകൾ മാത്രം ഓടുന്ന റൂട്ടുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയുള്ള ആളുകളെ ഇത് ബുദ്ധിമുട്ടിലാക്കില്ലേ? എന്താണ് പറയാനുള്ളത്? തീർച്ചയായും അത് നല്ല പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മൾ ഈ പല ഉൾനാടുകളിൽ നിന്നും ടൗണുകളിലേക്ക് വരാൻ ഉപയോഗിക്കുന്നത് ഈ സ്വകാര്യ ബസ്സുകളാണ്. KSRTC കൂടുതൽ മെയിൻ റൂട്ടുകളാണ്, കുറേ ഉൾനാടുകളുമുണ്ട്. എങ്കിൽ പോലും അത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നതും ഈ സ്വകാര്യ ബസ്സുകളെയാണ്. ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വകാര്യ ബസ്സുകൾ സ്വാഭാവികമായും നിന്നു പോകും. വേറെ സമരമോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അവർക്കത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അപ്പം ഈ ബസ്സുകൾ സ്വാഭാവികമായിട്ടും നിന്നു പോകും. അത് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം അല്ലെങ്കിൽ പ്രതിവിധി എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് സർക്കാരിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങളെ സ്റ്റേറ്റ് കമ്മിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന് 2-3 നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അത് കിലോമീറ്ററിന് 55 രൂപ വീതം നൽകി ഞങ്ങൾക്കും ഈ ഞങ്ങളുടെ ബസ്സുകൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ സ്ത്രീ സൗജന്യം സീറോ ബാലൻസ് ടിക്കറ്റിംഗ് സമ്പ്രദായം ഉണ്ടല്ലോ, അത് ഞങ്ങൾ ബസ്സിലും ഏർപ്പെടുത്തുക, അതിൻ്റെ ഫണ്ട് സർക്കാർ ഞങ്ങൾക്ക് തരിക, ഡീസലിന് സബ്സിഡി അനുവദിക്കുക, അങ്ങനെ തുടങ്ങിയ കുറേ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഒരു ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇതിനകത്ത് ചില നിർദ്ദേശങ്ങൾ പറയാനുണ്ട്. ഈ ബസ്സുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ചെറിയ ജില്ല, കൂടുതൽ സർവീസുകൾ. അതില്ലാത്ത കുറേ ജില്ലകളും കുറേ നിയോജക മണ്ഡലങ്ങളും ഉണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്കിത്, ഈ സ്ത്രീകൾക്കിത് എല്ലാവർക്കും കൃത്യമായിട്ട് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല, കേരളത്തിലെ മൊത്തം എടുത്ത് നമ്മൾ നോക്കിയാൽ. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഒരു മനസ്സിലുള്ള ഒരു ആശയം എന്ന് പറയുന്നത്, ഈ ബസ്സുകളെ എല്ലാ നിയോജകങ്ങൾക്കും മണ്ഡലങ്ങൾക്കുമായിട്ട് വിഭജിച്ചു കൊടുക്കുക. അതായത് കേരളത്തിലെ 3000-ഓളം KSRTC പ്രിയദർശിനി ബസ്സുകളുള്ളതിനെ 140 മണ്ഡലങ്ങളിലേക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 22 ബസ്സുകളൊക്കെ ഏകദേശം ഒരു നിയോജക മണ്ഡലത്തിൽ വരികയുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ സ്ത്രീകൾക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും. ഈ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത് പിൻവലിക്കപ്പെടുകയും ചെയ്യും. പിന്നെ അതുപോലെ നമ്മളെ പൊതുഗതാഗതത്തിന് സർക്കാർ ഒരു ഡീസൽ സബ്സിഡി അനുവദിക്കുകയാണെങ്കിൽ അതും നമുക്ക് മുന്നോട്ട് വെക്കാവുന്ന ഒരു ആശയമാണ്. സർക്കാരിന് അതിന് എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയും, ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും അതെന്ന് ഞങ്ങൾ കരുതുന്നു. അതുപോലെ വിദ്യാർത്ഥി കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും കൂടിയുണ്ട്. നമുക്ക് ഇന്ന് നിലവിൽ ഞങ്ങൾക്ക് തരുന്നത് 1 രൂപയാണ് ഒരു വിദ്യാർത്ഥി യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അത് ഇന്നത്തെ അവസ്ഥയിൽ 104 വിദ്യാർത്ഥികൾ കയറിയാലാണ് 1 ലിറ്റർ ഡീസൽ അടിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. 1 ലിറ്റർ ഡീസൽ അടിച്ചാൽ ഒരു ബസ് ഏകദേശം ഓടുന്നത് 3 അല്ലെങ്കിൽ 4 കിലോമീറ്റർ ആയിരിക്കും. ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ സാഹചര്യം വെച്ച് ഇവിടെ കിട്ടുന്ന മൈലേജ് അതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഞങ്ങൾക്ക് ഒരു രീതിയിലും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പദ്ധതി ഈ പ്രിയദർശിനി വരുന്നതിന് മുന്നേ തന്നെ ഇത് ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതാ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ചെറിയൊരു കൺസെഷൻ വർദ്ധനവ് ഞങ്ങൾ തന്നെ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പല വിദ്യാർത്ഥികളും തരാൻ തയ്യാറാണ്, പാരൻസും അതിനകത്ത് റെഡിയാണ്. ഞങ്ങൾ ചെറിയ രീതിയിലൊരു വർദ്ധനവ് ഈ 1 രൂപ എന്നുള്ളത് ഒരു 3 രൂപ വെച്ചാക്കി തരാൻ ഒരു നിർദ്ദേശം അവരുടെ മുമ്പിൽ ഞങ്ങൾ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ ബലമായിട്ട് പിടിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ വേറെ രീതിയിലോ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാനൊന്നും അതിനകത്ത് ആഗ്രഹിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ. അപ്പോൾ അത് ജനങ്ങൾ തന്നെ അത് അറിഞ്ഞ് തരുന്നുണ്ട്. കുട്ടികൾക്കും അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ളൊരു തീവ്ര ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഉള്ളത്. പലയിടങ്ങളിലും ഈ കൺസെഷൻ ചാർജ് വർദ്ധിച്ചു കുട്ടികളുടെ കയ്യിൽ നിന്ന് മുൻകൂട്ടി പറയാതെ ഒരു തീരുമാനം മൊത്തത്തിലാവാതെ എടുത്തു എന്നുള്ളൊരു പ്രശ്നവും അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു. അത് മുഴുവൻ ശരിയല്ല. ഞങ്ങൾ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ബലമായിട്ട് ആരോടും ആ പൈസ വാങ്ങാൻ ശ്രമിച്ചിരുന്നില്ല. ഞങ്ങളുടെ ഒരു അവസ്ഥ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നാളെ തൊട്ട് എന്തെങ്കിലും കൂട്ടിത്തന്നാൽ നമുക്ക് ഇത് സർവീസ് കൊണ്ടു നടക്കാം എന്നാണ് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിരുന്നത്.
അവരത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പാരൻസും അത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരും വലിയ ബുദ്ധിമുട്ടൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ബലമായിട്ടുള്ള ഒരു ഇഷ്യൂസ് ഞങ്ങൾ ഉണ്ടാക്കാൻ അതിനകത്ത് ആഗ്രഹിക്കുന്നുമില്ല, താല്പര്യവുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ സർവീസ് നിലനിർത്തേണ്ടത് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ഇത് ഒരു ആവശ്യമായതുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ കാരണം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ആവശ്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എത്ര നാൾ കൊണ്ട് ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതിൽ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ 13-ാം തീയതി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ അവർ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിയായിട്ട് ധാരണയായിട്ടുണ്ട്. ആ ചർച്ചയിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, പുരോഗതി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പം നിലവിൽ ഈ സർവീസിനെ കൊണ്ടു നടക്കുന്നത്. അതിനുശേഷം ഇതെന്ത് സംഭവിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഈ അവസ്ഥ വളരെ ഡേഞ്ചർ സ്റ്റേജിലാണ് ഇന്ന് പല ബസ് ഉടമകളും ഉള്ളത്. അപ്പോൾ മുന്നോട്ട് ഇനിയിപ്പോൾ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണോ അസോസിയേഷൻ്റെ ഒക്കെ തീരുമാനം? സമരപരിപാടി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സമരമില്ലാതെ തന്നെ ഇത് നിന്നു പോകാനുള്ള ചാൻസുകളാണുള്ളത്, സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. കാരണം സമരത്തിനായിട്ട് നിൽക്കണമെങ്കിൽ അതിനുള്ളൊരു ആശ്വാസ ജീവവായുവെങ്കിലും കിട്ടണം. ഇത് അതുപോലെ ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് സമരത്തിൻ്റെ ആവശ്യം വരില്ല. അല്ലാതെ തന്നെ ഈ പ്രസ്ഥാനം, ഈ വ്യവസായ മേഖല നിന്നു പോകാനാണ് സാധ്യത. എന്തെങ്കിലും ഇപ്പോൾ പിടിച്ചു നിൽക്കാനുള്ളൊരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഈ വ്യവസായം തകർന്നു പോകും. എത്ര തൊഴിലാളികളുണ്ട് ഇപ്പോൾ വയനാട്ടിൽ തന്നെ പ്രൈവറ്റ് ബസ് മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റും? ഞങ്ങൾ ഈ കഴിഞ്ഞ 29-ാം തീയതി ഒരു കലക്ട്രേറ്റ് മാർച്ചും ധർണയൊക്കെ നടത്തിയിരുന്നു. ബസ് പണിമുടക്കി തൊഴിലാളികളും എല്ലാവരും കൂടി. അതിൽ തന്നെ ഒരു 1000-ഓളം തൊഴിലാളികൾ അന്ന് തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പം വയനാട് ജില്ലേനെ മാത്രം എടുത്തു നോക്കിയാൽ തന്നെ 1000-ലധികം തൊഴിലാളികൾ, അത് ബസ് പ്രത്യക്ഷത്തിൽ വരുന്നതാണത്. ഈ ബസ്സിലെ കണ്ടക്ടർ, ഡ്രൈവർ, ആ പോസ്റ്റിൽ വരുന്ന ആൾക്കാർ. അതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതായത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവാം, ടയർ സർവീസുകളുണ്ടാവാം, സ്പെയർ പാർട്സ് കടകളുണ്ടാവാം. ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അവരെയെല്ലാം ഇതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിലുള്ളത്. പലയിടങ്ങളിലും ഈ ജീവനക്കാരുടെ കൂലി, ഒരു ദിവസത്തെ വേതനം പകുതിയായി കുറയ്ക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. ആ ഒരു സാഹചര്യം വയനാട്ടിൽ എത്തിയിട്ടുണ്ടോ? തീർച്ചയായും. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചു പോയിരുന്നു. പല ജീവനക്കാർക്കും അതിൻ്റെ ആദ്യം കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ പകുതി ശമ്പളമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് ആ കുടുംബം ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മറ്റ് തൊഴിൽ മേഖലകൾ തേടിപ്പോകുന്നൊരു സാഹചര്യം വരും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ തൊഴിലാളികളെ കിട്ടാത്ത ഒരു പ്രശ്നം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ ഈ ഉടമകളെക്കാളും ബുദ്ധിമുട്ടുന്ന ആൾക്കാർ തൊഴിലാളികളാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പം നിലവിൽ ഈ തൊഴിലിൽ നിന്ന് മാറി മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് പ്രൈവറ്റ് ബസ് മേഖലയിലുള്ള ജീവനക്കാർ പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ എടുത്തു പറയാൻ മാത്രമായിട്ടില്ല. എല്ലാവരും ഒരു പ്രതീക്ഷ, ഈ സർക്കാർ എന്തെങ്കിലും ചെയ്യും, 10-15 മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ള പല പ്രതീക്ഷകളിൽ ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ ഡീസൽ സബ്സിഡിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്ന്, പൊതുഗതാഗതത്തിന് കൊടുക്കുന്ന ഒരു സബ്സിഡി. അതുപോലെ ആദ്യം സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ഈ സർവീസുകൾ വയനാട് ജില്ലയിൽ വളരെയധികം കൂടുതലാണ് എന്നുള്ളൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 172 സർവീസുകളും അന്യ ജില്ലകളിൽ നിന്ന് വരുന്ന സർവീസുകളും കൂടുമ്പോൾ 200 സർവീസിന് മുകളിൽ ഇവിടെ പ്രിയദർശിനി നടത്തുന്നുണ്ട്. അതാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം. അതിനുള്ള ജനങ്ങൾ ഇവിടെ യാത്രക്കാരായിട്ടില്ല. അപ്പോൾ ഈ സർവീസുകൾ കിട്ടാത്ത മേഖലകളിലേക്ക് അതേതാണെന്ന് പഠിച്ചിട്ട് സർക്കാർ തന്നെ പഠിച്ച് ആ സ്ഥലങ്ങളിലേക്ക് ഈ ബസ്സുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറേ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. അതിപ്പോൾ ഈ ഉദാഹരണത്തിന് വയനാട് ജില്ല ഞാൻ പറഞ്ഞ 3 നിയോജകമണ്ഡലമാണ് നമുക്ക് ആകെയുള്ളത്. ഇവിടെയുള്ള സർവീസുകളുടെ എണ്ണമാണ് 200. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ 16 നിയോജകമണ്ഡലങ്ങളുണ്ട്. അവിടെ ഈ 100-ൽ താഴെ സർവീസുകൾ മാത്രമേ പ്രിയദർശിനിയുടേതായിട്ടുള്ളൂ. അപ്പോൾ അവിടേക്കെല്ലാം ഈ എല്ലാ മേഖലകളിലേക്കും ഈ ബസ് സർവീസ് എത്തുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതും അതുകൊണ്ടാണ്. അപ്പോൾ എല്ലായിടത്തേക്കും ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതൊക്കെ സർക്കാർ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്കൊക്കെ അഭിപ്രായങ്ങൾ പറയുക എന്ന് മാത്രമേ, അല്ലെങ്കിൽ നിർദ്ദേശം വെക്കുക എന്ന് മാത്രമേ ഇതിനകത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ ഡീസലിന്, പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഡീസലിന് ഒരു സബ്സിഡി നിരക്കിൽ സർക്കാർ വിതരണം ചെയ്യാനുള്ള സംവിധാനം കൂടി ചെയ്താലേ
നമുക്ക് അതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുമ്പോൾ അത് മറ്റൊരു വലിയ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകരുത് എന്നൊരു ചിന്തയാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ നമ്മോട് പങ്കുവച്ചത്. വരാനിരിക്കുന്ന ചർച്ചകളിലൂടെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിയട്ടെ എന്നും പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം.